ഈ കാണുന്നതാണ് ആഴാങ്കാൽ വാക്ക്വേ. 1.5 മുതൽ 2 കിലോമീറ്റർ വരെ നീളമുള്ള ഒരു നടപ്പാത. തിരുവനന്തപുരം കോർപ്പറേഷൻ ഇതിനെ ഒരു ഡ്രീം പ്രോജക്റ്റ് ആക്കാൻ ഉദ്ദേശിക്കുന്നെന്നാണ് അറിഞ്ഞത്. 18 കോടി രൂപ എസ്റ്റിമേറ്റ് ഇട്ട ഒരു പ്രോജക്റ്റ്. 2-3 മീറ്റർ മാത്രം വീതിയുണ്ടായിരുന്ന ഒരു നടപ്പാതയെ കിട്ടാവുന്നിടത്തോളം വീതിയെടുത്ത് ചിലയിടത്ത് 3 സെഗ്മെൻ്റായി തരംതിരിച്ച് നല്ല വൃത്തിക്ക് ടൈൽസ് പാകി ഇട്ടിരിക്കുന്നു. ഈ വാക്ക്വേയുടെ ഒരു സൈഡിൽ കരമനയാറും അതർ സൈഡിൽ റെസിഡൻഷ്യൽ ഏരിയകളുമാണുള്ളത്. കുട്ടികളുടെ പാർക്ക്, അമ്യൂസ്മെൻറ്റ് ഏരിയ എന്നിങ്ങനെ ഒരുപാട് വാഗ്ദാനങ്ങളുമായിട്ടാണ് പ്രോജക്റ്റ് തുടങ്ങിയത്. പ്രോജക്റ്റ് റെഡിയാക്കുന്നതിൻ്റെ ഭാഗമായി ആറിൻ്റെ തീരത്ത് പ്രൊട്ടക്ഷൻ വാളും അതർ സൈഡിൽ റെസിഡൻഷ്യൽ ഏരിയകളുള്ള സ്ഥലത്ത് മെറ്റൽ ഫെൻസിങ്ങും ആണ് ചെയ്തത്. അതിവിടെ കാണുന്നുണ്ട്. നടപ്പാതയിൽ അങ്ങിങ്ങായി ഗ്രാനൈറ്റ് പതിച്ച ഇരിപ്പിടങ്ങൾ ഒരുപാടെണ്ണം നിർമ്മിച്ചിട്ടുണ്ട്. മിക്കവാറുമുള്ള മരങ്ങൾക്ക് ചുറ്റും എൻക്ലോഷർ ചെയ്തു. അങ്ങനെ തകൃതിയായി പുരോഗമിച്ചുകൊണ്ടിരുന്ന പണികളിൽ മെല്ലെപ്പോക്ക് കാണാൻ തുടങ്ങി. പണി തുടങ്ങിയപ്പോൾ ഉള്ള ആരംഭശൂരത്വമൊന്നും പിന്നീട് കണ്ടില്ല. നമ്മൾ പ്രദേശവാസികൾ ഇതിൻ്റെ ഇമ്പ്രൂവ്മെൻ്റ് അടിക്കടി കാണുന്ന ആൾക്കാരാണ്. പറഞ്ഞു വരുമ്പം ഒത്തിരി പോസിറ്റീവ്സും അതിലേറെ നെഗറ്റീവ്സും ബാക്കിയാക്കി സംഭവം ഉദ്ഘാടനം ചെയ്തു. ഈ നടപ്പാതയിലുടനീളം ലോ മാസ്റ്റ് ലൈറ്റിൻ്റെ പ്രൊവിഷൻ ഇട്ടിട്ടുണ്ട്. ഇലക്ട്രിസിറ്റി പ്രോപ്പറായോ കണക്ഷൻ കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത് കണ്ടറിയാം. എന്തായാലും ഈ പ്രോജക്റ്റ് ഇത്ര തിരക്കിട്ട് പാതി വഴിയിൽ ഉദ്ഘാടനം ചെയ്തത് എന്താണെന്ന് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ 2025 ഒക്ടോബർ 29 ബുധനാഴ്ച ഇത് ഉദ്ഘാടനം ചെയ്തു. ഇന്ന് ശനിയാഴ്ച. ഈ കാണുന്ന കാടും പടർപ്പുമെല്ലാം പുല്ല് ചെത്തി വൃത്തിയാക്കിയിട്ടിരുന്ന സ്ഥലങ്ങളാണ്. എന്തായാലും ഇലക്ഷന് മുമ്പേ ഇത് ഇനാഗുറേഷൻ ചെയ്യാൻ വെപ്രാളം പിടിച്ച നമ്മുടെ അമ്മമാർക്ക് ചെറുതല്ലാത്ത ഒരു സല്യൂട്ട് കൊടുത്തേ പറ്റൂ. പരിസരവാസികൾ പോലും ഈ ഉദ്ഘാടനം 2 ദിവസം മുന്നേ അറിഞ്ഞത്. പരിപാലിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്തിനായിരുന്നു ഈ പരാക്രമം എന്ന് മനസ്സിലാവുന്നേയില്ല. സംഭവം അനാസ്ഥയില്ലാതെ പണി പൂർത്തിയാക്കിയിരുന്നെങ്കിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ആവുമായിരുന്ന ഒരു പ്രോജക്റ്റാണ് പാതി വഴിയിൽ ഇങ്ങനെ കിടക്കുന്നത്. മെറ്റൽ ഫെൻസിങ്ങിൻ്റെ പുറത്ത് ഇങ്ങനെ കാട് പിടിച്ച് കിടക്കുന്നതും പ്രോജക്റ്റിൻ്റെ ഭാഗമാണോ എന്ന് അറിയില്ല. എന്തൊക്കെ കുറ്റവും കുറവും ഉണ്ടെങ്കിലും ഒരു കാര്യം എടുത്ത് പറയാതിരിക്കാൻ പറ്റുന്നില്ല. ഈ കാണുന്ന ടർഫ് ഈ പ്രോജക്റ്റിൻ്റെ ഏറ്റവും വലിയൊരു അട്രാക്ഷനാണ്. അതിമനോഹരമായി ചെയ്തിരിക്കുന്ന ഒരുപാട് സ്പേഷ്യസ് ആയിട്ടുള്ള ഈ ടർഫാണ് ഈ പ്രോജക്റ്റിൻ്റെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ. ഈ ടർഫിൻ്റെ അഡ്ജസൻ്റായിട്ട് നമുക്ക് ആറിലേക്ക് ഇറങ്ങി നിൽക്കുന്നു എന്ന് തോന്നിക്കുന്ന രീതിയിൽ ഒരു ലീവിങ് സ്പേസ്, അല്ലെങ്കിൽ യോഗ എക്സർസൈസൊക്കെ ചെയ്യുന്ന പോലത്തെ ഒരു ഇടം, പിന്നെ ഒരു റെസ്റ്റിംഗ് ഏരിയ, ഇതൊക്കെ വളരെ നല്ല ആകർഷണമായിട്ട് ഈ പ്രോജക്റ്റിൻ്റെ ഒരു ഭാഗമാണ്. ഇത് കണ്ടോ, ഇത്രയും പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണിവിടം. ഇത് നമ്മുടെ നാടല്ലാതെ വേറെ ഏതെങ്കിലും നാട്ടിലായിരുന്നുവെങ്കിൽ നമ്മൾ ഈ ഭംഗി കാണാൻ വേണ്ടി മാത്രം അങ്ങോട്ട് പോയേനെ. ആറിൻ്റെ ഈ ഭാഗത്ത് എപ്പോഴും ഇത്രയും ഒഴുക്കില്ല. ഇത് 2 ദിവസത്തിന് മുന്നേ മഴ ഉണ്ടായിരുന്നത് കൊണ്ടാവണം ഇത്രയും ഒഴുക്കും ഇത്രയും വെള്ളം കൂടുതലും ഉള്ളത്. പണി പകുതി പോലും ആയിട്ടില്ലെങ്കിലും സംഭവം ക്ലാസ് ആയിട്ടുണ്ട്. പുറത്തുനിന്ന് വരുന്ന ഒരാൾക്ക് തീർച്ചയായും ഇവിടെ ഇഷ്ടപ്പെടും. ഇവിടെ നിന്ന് നോക്കിയാൽ ആറിൻ്റെ ഭംഗി നന്നായിട്ട് കാണാൻ പറ്റും. പുല്ലിൽ ചവിട്ടരുത് എന്ന് പറയാൻ അവിടെ പുല്ലുണ്ടായിട്ട് വേണ്ടേ? കുറ്റിക്കാടായിട്ട് കിടന്നതാ. ഉദ്ഘാടനത്തിന് 2 ദിവസം മുന്നെയാണ് വെട്ടി വൃത്തിയാക്കിയത്. ഇതുപോലെ റൂഫിംഗ് ഒരു 3-4 ഇടത്ത് ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടോ, പുല്ല് വെട്ടിത്തെളിച്ചിട്ടിരുന്ന സ്ഥലങ്ങളാണ് ഇപ്പോൾ ഈ കാട് പിടിച്ചിങ്ങനെ കിടക്കുന്നത്. പിന്നെ ആരുടെയൊക്കെയോ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞതുപോലെ കഫറ്റീരിയ, ടോയ്ലറ്റ് ഫെസിലിറ്റി, റേഡിയോ സ്റ്റേഷൻ ഇതൊന്നും നമ്മൾ കണ്ടില്ല കേട്ടോ. എല്ലാ ഉദ്ഘാടനങ്ങളും ഇങ്ങനെ ആയിരിക്കാമെന്ന് ഇത് കാണുന്ന ജനങ്ങൾ ആശങ്കപ്പെടുന്നതിൽ എന്താ തെറ്റ്? എന്തായാലും 12.73 കോടി രൂപ ചെലവിട്ട ഒരു പ്രോജക്റ്റാണിതെന്ന് കാണുന്ന ആൾക്കാർ വിലയിരുത്തട്ടെ. ഇതും നടപ്പാത വികസനത്തിൻ്റെ ഭാഗമായിരിക്കാം. ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുന്നു സ്വപ്ന പദ്ധതി. ഇവിടെ എൻ്റെ ചേട്ടൻ പറഞ്ഞതുപോലെ 100 ലക്ഷമാണ് 1 കോടി. 12.73 കോടിയുടെ പ്രോജക്റ്റ്, 13 കോടിയുടെ പ്രോജക്റ്റ്. ചിരിക്കാതെ എന്ത് പറയാനാ.